രാവിലെ തന്നെ രജനി ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ആലപ്പുഴയിൽ കളർകോട് സംഭവിച്ച വാഹനാപകടത്തിന്റെ ഞെട്ടൽ നമുക്ക് ഇതുവരെ മാറിയിട്ടില്ല. കൊല്ലം ആര്യങ്കാവിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം. സേലം സ്വദേശി ധനപാലാണ് മരിച്ചത്. ബസ് ആറ്റിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കുമുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ തമിഴ്നാട്ടിലേക്ക് പോയ ബസ്സും കേരളത്തിലേക്ക് വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും 21 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഏകദേശം രാവിലെ 3:45 കൂടിയാണ് ഈ ആക്സിഡന്റ് ഇവിടെ സംഭവിച്ചത്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ആണ് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് തൊഴുത ഭക്തന്മാർ തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവിലേക്ക് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറിയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഏതാണ്ട് 25ഓളം ആളുകൾ അയ്യപ്പ ഭക്തന്മാർ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. ഏതാണ്ട് 15-20ഓളം ആളുകൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനം ഇടിച്ച് തോട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറി ഈ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തോട്ടിലേക്ക് തെറിപ്പിച്ചേക്കുവാണ്. അപ്പം നിരന്തരമായിട്ട് ഈ മേഖലയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പലതവണ ചർച്ച ചെയ്തിട്ട് പോലും ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യം. മനോജ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? പുലർച്ചെയാണ് ഇത്തരത്തിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം ഈ അപകടം ഉണ്ടാകുന്നത്. ശബരിമലയിൽ നിന്നും ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോയ ഭക്തരായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. 30 ഭക്തർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. അത് കഴിഞ്ഞ ശേഷം ഈ ആര്യങ്കാവ് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ തമിഴ്നാട് നിന്നും ലോഡ് കയറ്റി വന്ന ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുന്നത്. തുടർന്നാണ് ഈ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു പോയത്. ഇതിൽ ഒരാളാണ് മരിച്ചിട്ടുള്ളത്. നിലവിൽ സേലം സ്വദേശി ായിട്ടുള്ള ധനപാലാണ് മരിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 21 പേരാണ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലുള്ളത്. ആദ്യം എല്ലാവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇതിൽ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത്രയധികം പേർക്ക് ഈ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പുലർച്ചയോടുകൂടി സംഭവിച്ച ഈ അപകടത്തിൽ ലോറി തെറ്റായ ദിശയിൽ വന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ തരത്തിലൊരു അപകടം തന്നെയാണ്. ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുലർച്ചെ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം തമിഴ്നാട് ക്ഷേത്രത്തിലേക്കായിരുന്നു ഇവരുടെ ഈ അയ്യപ്പ ഭക്തരുടെ യാത്ര. അതിനിടയിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ്. ആ ലോറി ഇടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ബസ് മറിഞ്ഞ് താഴ്ചയിലേക്ക് കിടക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ആ അപകടത്തിന്റെ ആഘാതം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ എല്ലാവരെയും തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്നുമാണ് 2 പേരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഇതിൽ പലർക്കും ഉണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇതിൽ 2 പേരെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, അതായത് നില ഗുരുതരമായതിനാൽ തന്നെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും 21 പേരെയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് ചികിത്സ തുടരുന്നത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭക്തജനങ്ങൾ ഈ ഒരു ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് ഇങ്ങനെ ഒരു അപകടവും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതലായി, അതായത് കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ എന്നുള്ളതിൽ ചിലരുടെ നില ഗുരുതരവും ചിലരുടെ നില നിസ്സാരവുമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു ലോറിയുടെയും ബസ്സിന്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ ഈ മേഖലയിൽ ആക്സിഡന്റുകൾ നടക്കുന്നതാണ്. അപകടങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാരൊക്കെ തന്നെ ഉയർത്തുന്നത്. തുടർന്നാണ് ഇങ്ങനെ വലിയൊരു അപകടം കൂടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പുലർച്ചയോടുകൂടിയാണ് ഈ നാട്ടുകാരൊക്കെ എത്തിയാണ് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് പോലീസും അവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ അപകടം നടന്ന സ്ഥലം
ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോഡാണ്. ഈ റോഡിനെ മനോജ് കുറിച്ചാണ് നമ്മളോട് പ്രതികരിച്ച പരിസരവാസിയും പറഞ്ഞത് സ്ഥിരമായി ഇവിടെ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. ഈ കൂട്ടിയിടിച്ചതിന് ശേഷം ബസ് അടുത്തുള്ള ആറ്റിലേക്ക് മറിയുകയും ഉണ്ടായല്ലോ. അവിടെ പ്രത്യേകിച്ച് ഫെൻസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? അപകട സാധ്യത അല്ലെങ്കിൽ ഇത്തരം അപകട വളവുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ ആ ശ്രദ്ധ കൂടി ചെലുത്തേണ്ടതായിരുന്നില്ലേ? ഈ ഇടിയുടെ ആഘാതത്തിലാണ് ബസ് നേരെ താഴ്ചയിലേക്ക് മറിഞ്ഞ് അവിടെ ഒരു ആറാണ് ഉണ്ടായിരുന്നത്, അവിടേക്ക് മറിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ നാട്ടുകാരൊക്കെ തന്നെ നേരത്തെ നിരവധി പരാതികൾ ഉന്നയിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം നേരത്തെയും ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ അപകടകരമായിട്ടുള്ള ഒരു സ്ഥലം, ആ റോഡ് നേരെയാക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ മറ്റ് കാര്യങ്ങളൊന്നും, അതായത് ഈ വാഹനം താഴേക്ക് മറിയാതിരിക്കാനൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെയാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ നിരവധിയായി പരാതികൾ ഉയർന്നിട്ട് പോലും അധികാരികൾ ഈ ഒരു റോഡിനെ പറ്റി ചിന്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും അപകടത്തിന് കാരണമായിട്ടുള്ളത്. ഈ ലോറി വന്ന് ഈ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. ലോറിയിൽ ലോഡ് ഉണ്ടായിരുന്നത് സിമന്റ് ആണ് ലോഡ് ഉണ്ടായിരുന്നത്. അത്രയധികം ഭാരത്തോടു കൂടി തന്നെയാണ് ഈ ലോറി ഈ ബസ്സിലേക്ക് ഇടിച്ചിട്ടുള്ളത്. അതിന്റെ ആഘാതത്തിലാണ് ഈ വാഹനം താഴേക്ക് മറിഞ്ഞു പോയിട്ടുള്ളതും. ഇതിൽ 30 പേരുണ്ടായിരുന്നതിലാണ് 21 പേരെ ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശരി മനോജ്, കൊല്ലം ആര്യങ്കാവിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം, പരിക്കേറ്റ 21 പേരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.